കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശവുമായി അത്യപൂർവ ടെലിവിഷൻ കാഴ്ച അനന്തരം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഫ്ലവേഴ്സിൽ തത്സമയം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത യാത്രയിലെ പ്രിയ ഗായിക, വെൽക്കം അദിതി ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് 1993 ഇറങ്ങിയ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ ഒരു സനം ഓടി വന്ന് സേത് എന്ന പാട്ടാണ്. ഈ പാട്ടിന് സംഗീതം ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. പിന്നെ പാടിയത് മിൻമിനി മാമും KG യേശുദാസ് സാറും കൂടി ചേർന്നിട്ടാണ്. പിന്നെ ഇതിൻ്റെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറും കണ്ണദാസൻ സാറും കൂടെ ഒരുമിച്ച് എഴുതിയതാണ്. അപ്പോൾ ഡാൻസേഴ്സും ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി അടിച്ചു പൊളിച്ച് പാടിയിട്ട് വരാം. அதித்தி இன்னைக்கு ரொம்ப பிரிட்டியா இருக்கியே, ஏதோ பாவாடை தாவணி எல்லாம் போட்டுண்டு. ഹലോ അനു, ഇത് ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ ആണ്. അതെ അറിയാം, പക്ഷെ വിജയ് ടിവിയിലെ തമിഴല്ല, ഒരു തമിഴ് പെണ്ണിനെ പോലെ. അങ്ങനെ അവള് തമിഴ് പെണ്ണല്ലേ? പിന്നെ ഈ പാവാട ചെടി ഇങ്ങനെ ഒരു നല്ല ഒരു ഹാഫ് സാരി എല്ലാം ഇട്ടിട്ടുണ്ട്. തമിഴത്തിയാണോ? അതെ. പേര് പവിഴം. അതല്ല, ശരിക്കാ ഞാൻ ചോദിച്ചേ. അല്ല, ആ അതാണ് അനു ചോദിച്ചതാണ്. ഇന്ന് ഈ അവതാരത്തിലെ തമിഴ് പെണ്ണല്ലേ? അവതാരോ? അവതാരം എന്ന് വെച്ചാ അയ്യോ, ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഇതിനകത്ത് തമിഴ് പെണ്ണല്ലേ? അവതാരം എന്ന് പറഞ്ഞ തമിഴില് ക്യാരക്ടറാണ്. നമുക്ക് വേണമെങ്കിൽ ആ പ്രോവേർബ് ഒന്ന് മാറ്റി പിടിക്കാം. അതിഥി ദേവീ ഭവ. ഇന്ന് ദേവിയെ അപ്പൊ ഏതോ തമിഴ് പാട്ടാണോ? അല്ല, മലയാളം സിനിമയിൽ തമിഴ് ലിറിക്സ്. ഏത് പാട്ടാണ്? ഒരു സനം ഓടി വന്ന് ഓ, അത് തമിഴല്ലേ? അല്ല, മേലെ പറമ്പിലാണ് വീടല്ലേ. ഓ അങ്ങനെ, ശരി. നമ്മൾ വിചാരിച്ച് ഒരു സനം അതാണ്, അതല്ല. ഒരു സനം അതല്ലേ? ആണോ? സൂപ്പറാക്ക്, സൂപ്പറാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഷൂട്ട് பண்ண மாட்டேன். താറുമാറപ്പാട്. അദിതി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അതിഥി മോളെ, സർ. ഈ പടം ഞാനൊരു 10-15 പ്രാവശ്യം കണ്ടതാണ്. രാജസേനൻ ചേട്ടൻ്റെ മേലെപ്പറമ്പിലാണ് വീട്. ഇത്രയും ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പടം. കാരണം അതിൽ എസ്പെഷ്യലി ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിച്ചിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അതൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. വി ആർ ലൂസിങ് ഹിം. ഓരോ ദിവസവും നമ്മൾ ഓരോ പടങ്ങൾ കാണുമ്പം ഇത് ജഗതിയേട്ടനായിരുന്നെങ്കിൽ, ഇത് ജനാർദ്ദനൻ ചേട്ടനായിരുന്നെങ്കിൽ, ജനാർദ്ദനൻ ഇപ്പോഴും ഉണ്ട് എങ്കിലും ആ സമയത്തുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ഓരോ പ്രായം വ്യത്യാസം വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബ്യൂട്ടിഫുൾ മൂവി, ബ്യൂട്ടിഫുൾ സോങ് ബൈ ജോൺസേട്ടൻ, ഗിരീഷും കണ്ണദാസൻ സാറും. അദ്ദേഹം തമിഴും മലയാളമാണല്ലോ, അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെയൊക്കെ ഒരു നല്ല ഗായിക, ഇപ്പം പാടുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പാടുന്നുണ്ട്, മിൻമിനി, ചിന്ന ചിന്ന ആശ എന്നുള്ള ഒറ്റ പാട്ടിലൂടെ ലോകപ്രശസ്തി ആർജിച്ച ഒരു ഗായികയാണ് മിൻമിനി. മിൻമിനിയായിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ഉത്സവ പ്രതീതി നൽകുന്ന ഒരു ഗാനമാണ് ഈ ഊരുസനം എന്നുള്ള പാട്ട്. മോള് നന്നായിട്ട് പാടി. പക്ഷേ ഇതിനകത്തുള്ള ഒരു ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ 1, ഇത് ഒറിജിനൽ പിച്ചാണോ ഇത്? അല്ല, ആ, ഒരു പിച്ച് താഴ്ത്തിയിട്ട്. എന്തിന്? എവിടാണ് പോകാൻ പറ്റാത്ത സ്ഥലം? അല്ല, അത് ഹെഡ് വോയിസിൽ പോകാൻ പറ്റും. അതെ, ഞാൻ ചോദിക്കുന്നത് എവിടാണ് പോകാൻ പറ്റാത്ത ഒരു സ്ഥലം എവിടാണ് മോക്ക്? ഇല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പാട്ടുകൾ അത് താത്തി കഴിഞ്ഞാൽ, ഈ എക്സ്പെഷ്യലി ഈ ഫെസ്റ്റിവൽ സോങ്സ് അല്ലെ അടിപൊളി പാട്ടുകൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു നോട്ടോ അല്ലെങ്കിൽ അര നോട്ടോ താത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പവർ കിട്ടത്തില്ല. ഒന്ന്. രണ്ടാമത്, നമ്മൾ പാടുന്ന സംഗതികളൊക്കെ കറക്റ്റായി വരണമെന്നില്ല. നമ്മൾ ആ പിച്ചിനാണെങ്കിൽ ഒരു പക്ഷേ നന്നായിട്ട് വരും. എനിക്ക് ഒറിജിനൽ പിച്ചിൽ എനിക്ക് ചരണം, ഫസ്റ്റ് ചരണം, അതിൻ്റെ ഒരു ഹമ്മിങ് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഹോളി മൂഡ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഒരു ഹാപ്പി മൂഡ് കഴിഞ്ഞിട്ട് പിന്നെ താനിനി ഞാൻ അങ്ങനെ വരുന്നുള്ളൊരു സ്ഥലമുണ്ടല്ലോ, അതുവരെ എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം. ഒറിജിനൽ പിച്ച് തരും കണ്ണ. കുറച്ചുകൂടെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ നല്ല അങ്ങനത്തെ ഒരു എന്താ പറയുക, അറ്റാക്ക് ചെയ്ത് പാടുക എന്ന് പറയത്തില്ലേ, അതിന് പറയത്തില്ലേ, അങ്ങനെ ഒരു ഒന്ന് പഞ്ച് ചെയ്ത് പാടും. അവിടെ അവിടെ നീതാൻ. ആ അടുത്ത് எனக்காக தன்னனா எனக்காக சந்திரனும் எனக்காக சந்திரனும் எதுக்காக வந்து நிற்கும் பொண்ணு பணம் தாயே இல்ல சொல்லமா சிரிச்சால் காலடியில் மண்ணெடுத்து ஊருக்கெல்லாம் திருஷ்டி சொத்து பூவரசி பொண்ணுகளாம் போடுங்க போடுங்க போலாம் போடுங்கடி. ഓപ്പൺ ത്രോട്ടി പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് തീർച്ചയായിട്ടും ഈ പിച്ചിൽ പാടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാവപ്പെട്ട MG ശ്രീകുമാർ വിശ്വസിക്കുന്നു അങ്ങനെ ആകുമെന്ന്. മോക്ക് പറ്റും, കാരണം യു ആർ എ വെരി ടാലൻറ്റഡ് സിംഗർ, വെരി വെരി ടാലൻറ്റഡ് സിംഗർ. പക്ഷേ ആ പണ്ടുള്ള ആ ഒരു സംഭവം ഇപ്പം കുറച്ച് പുറകോട്ട്, കുതിര ഇങ്ങനെ പതുക്കെ പുറയുന്നു, ഇങ്ങനെ പതുക്കെ പിടിക്കുന്നു. കാരണം അത് ചിലപ്പം എനിക്ക് തോന്നുന്നത് ഈ ഫൈനലാകുമ്പോഴത്തേക്ക്, സാധാരണ കുതിരപ്പന്തയം കണ്ടിട്ടുണ്ടോ? ആ ഒരു കുതിര ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഒരു 10-20 കുതിര ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് പുറയിലൊരു കുതിര കാണും ഇങ്ങനെ, അത് ചിലപ്പോൾ ഇങ്ങനെ മുമ്പിൽ പോവും, എന്നിട്ട് വീണ്ടും പുറയിൽ ഇങ്ങനെ വരും, എന്നിട്ട് അതിങ്ങനെ പതുക്കെ നിൽക്കും. ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ആകുമ്പം ഈ കുതിര ഒറ്റ ഓട്ടം ഓടി നേരെ ക്രോസ് ചെയ്തങ്ങ് പോയി ഫസ്റ്റ് അടിക്കുകയും ചെയ്യും. അതുവല്ലോ ആണോ ലക്ഷ്യം? എന്തായാലും മോൾ പാടി, പക്ഷേ എനിക്കങ്ങോട്ട് മോടെ ആ പന്തയത്തിൻ്റെ ഫസ്റ്റിൽ പോണ കുതിരയായില്ല, അതാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. அதிதி, இந்த ஊரு சனம் என்ன சொல்றதுன்னு தெரியுமா? ஓஹோ, தெரியுமா? என்ன தெரியல. சமயா பாடினியே என்ன சொல்றது? செம்மையா. சமயா செம்மையா. சமயா பாடினியே இந்த அர்த்தம்? சூப்பரா. அழகு பொண்ணே என்ன அவர் சொல்றது? அழகு பொண்ணையா? அழகு பொண்ணே என்னது? அழகு பொண்ணு. அது மட்டும் இல்ல, மீனுட்டி சொல்றது அதிதி ஒரு தடவை பாடினா 100 தடவை பாடின மாதிரி. ஓ
എന്താ அப்போ அதிதி வந்து சூப்பர் ஸ்டார் மாதிரி അതെ. சொல்றது. என்ன சொல்றது இதுக்கு? நான் என்ன சொல்றது என்ன? എല്ലാം ഈ അനുവാണ് കാര്യം കേട്ടാ. കാലത്ത് വന്ന് തുടങ്ങിയ ഉടനെ തമിഴിൽ തുടങ്ങി. நான் என்ன சொல்றது சொல்ல போறதுன்னு தெரியுமா? தெரியல. நீ பாடுனது நல்லா இருந்தது, ஆனா இது கூட நல்லா ஆக்கணும். அது கரெக்டா? கொஞ்சம் கூட நல்லா கொஞ்சம் கூட இல்ல, நல்ல கொஞ்சம் கூட. நிறைய കൊഞ്ചം 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 കൂടെ. நிறைய கொஞ்சம் கூட நல்லா വരണം. വന്നേ പറ്റൂ. ഒരു 20 കൊഞ്ചം. ഒരു 20, 30, 40 ആയാലും കുഴപ്പമില്ല. നീനോട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഇഷ്ടപ്പെട്ടു? കൊഞ്ചം 20 കൊഞ്ചം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, അതെങ്ങനെയുണ്ട്? ആ കനകാംബരം എങ്ങനെയുണ്ട്? എന്താ കനകാംബരം എന്നുവെച്ചെന്താ? പൂവാണോ? കനകാംബരം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇതൊരു കനകാംബരം. ഓറഞ്ച് ഫ്ലവർ ഇല്ലേ, അതിന്റെ പേരാ. ഞാൻ കനകാംബരം ചേട്ടനെ പറ്റിയല്ല ചോദിച്ചു. കനകാംബരം. കനകാംബരം നല്ലല്ലേ? ആ, സൂപ്പർ അല്ലേ? അത് ரொம்ப അഴകാ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൗണ്ടറിന്റെ മീശ ഉണ്ടല്ലേ, എന്തിനാണ് മീശ ഇങ്ങനെ വെക്കണേ? അറിയില്ല. ആ, അപ്പോഴല്ലേ ഒരു ഗാംഭീര്യം വരുന്നത്. അതെ, അപ്പോഴാണ് ഗൗണ്ടർ വന്നത്. അപ്പൊ ഗൗണ്ടർക്ക് വേണ്ടി ഈ ഉത്സവ നാളിൽ പാടുമ്പോഴത്തേക്കും അത് ഗാംഭീര്യത്തോടു കൂടി പാടണം. അതാണ് ആവശ്യം. അപ്പൊ പാവമായി പോകാൻ പാടില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിഥി ഇന്ന് ഭയങ്കര പാവം നമുക്ക് തോന്നും, പാവം കുട്ടി, അയ്യോ ആ പാട്ടിനെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞു കുട്ടിയാണ് അതിഥി, എന്തൊരു നല്ല കുട്ടിയാണ്, അങ്ങനെയൊക്കെ ഉള്ള തോന്നലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതെല്ലാം ഉണ്ടാവണ്ടേ? കുറച്ചും കൂടെ ആ ഉത്സവ മേളം വരണം. മേളം അവിടെ കണ്ടില്ലേ, നാദസ്വരമുണ്ട്, തകിലുണ്ട്. ആ മേളത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് അല്ലേ? എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് മേളം ഉണ്ടാവുന്നത്. ഒരാൾക്ക് മാത്രമായിട്ട് മേളം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഒരു സംഘമാണ് അവിടെ. നമ്മുടെ കുട്ടികൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആ കോറസ് പാടി അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഈ ടോപ്പ് ബാൻഡും നമ്മുടെ ഓഡിയൻസും എല്ലാവരും ചേരുന്ന, നമ്മളെല്ലാവരും ചേരുന്ന ഒരു സംഗീത സമ്മേളനം അവിടെ നടക്കണം. ആ ഉത്സവ മേളം നടക്കണം. ആ മേളക്കൊഴുപ്പെന്ന് നമ്മൾ പറയും. ആ മേളക്കൊഴുപ്പിലോട്ട് പോയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ തുടക്കത്തിലുള്ള ഹമ്മിങ് തന്നെ വളരെ പാവമായിപ്പോയി. അത് അങ്ങനെ ആവാൻ പാടില്ല. അത് ആ സിനിമാറ്റിക് ആയിട്ടുള്ള ഭാഷ്യത്തിൽ തന്നെ അതുണ്ടാവണം. പാടിക്ക്. ഓ ഓ അത് ഓപ്പൺ ആണ്. ആ, ഇപ്പൊ സരി സ പ ഇപ്പൊ കറക്റ്റായി. അപ്പൊ കറക്റ്റ് ആയിട്ടില്ല. അപ്പോഴാണ് കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ കറക്റ്റായിട്ടും കാര്യമില്ലല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ പാടിയത് അസലാണെങ്കിൽ നമുക്കൊരു കൈയടി കൊടുക്കണം. അതാണ്. അപ്പൊ അവർ സമ്മതിച്ചു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അതിഥി. അതിഥിക്കുട്ടി ഒരുപാട് എല്ലാവരും പറഞ്ഞു അല്ലേ? പക്ഷേ എനിക്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഈ അവർ പറഞ്ഞതൊക്കെ അതിഥിക്ക് അറിയാം അല്ലേ? എങ്ങനെ ഈ പാട്ട് പാടണം, എങ്ങനെയാണ് ഫോഴ്സ് തരണം, എല്ലാം അറിയാം. പക്ഷെ വീണ്ടും ആ പണ്ടുള്ള പ്രശ്നമാണ് വോയിസിൽ. അത് എന്തോ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ അത് എന്തുകൊണ്ടോ അതങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പവർ കൊടുക്കാൻ പറ്റൂല. അവള് അത് ഷീസ് റിയലി ഹാവിങ് എ ഫിസിക്കൽ പ്രോബ്ലം. അതാണ് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഏത് പാട്ടിൽ എന്ത് എക്സ്പ്രഷൻ, ഓ ദിൽറുബ പാടിയ കുട്ടിയല്ലേ, എവിടെ ഏത് ഡൈനാമിക്സ് വേണമെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഈ ഊരസനോ അങ്ങനെ വരുന്നില്ല. അത് ഊരസനോ അതൊരു കാറ്റും കൂടി അങ്ങനെ എന്തോ ഒരു ലൈറ്റ് ആവുന്നു. പക്ഷെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈലമ ഉള്ളപ്പോൾ ഈ മുകളിൽ ഈ ശ്രുതി നമ്മൾ ഇറക്കിയല്ലേ, പക്ഷെ ഇറക്കിയാൽ അത് കൂടുതൽ പ്രശ്നമാവും ചിലപ്പോൾ. ബിക്കോസ് ഹയർ ഒക്ടേവ്സ് ഇസ് ഈസി ഫോർ യു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലുള്ളപ്പോൾ ഹയർ നോട്ട്സ് ആക്ച്വലി ഈസിയാണ്. പക്ഷെ താഴെ വരുമ്പോൾ ആണ് ഈ ഒരു കാറ്റ്, നമ്മുടെ ചെസ്റ്റ് വോയിസ് വരുന്നില്ല, അത് ഇവിടെ നിന്ന് ശബ്ദം വരുന്നില്ല. അപ്പോൾ ഒരുപാട് കാറ്റ് വരുന്നു ലോവർ പോർഷൻസിൽ. അപ്പോൾ ശ്രുതി ലോവർ ആക്കിയാൽ കുറച്ചുകൂടി നമുക്ക് പ്രശ്നമാവും. ഓക്കെ, ദിസ് ഈസ് റിവേഴ്സ് സൈക്കോളജിയാണ്. ഇറ്റ്സ് വെൻ യു ആർ നോട്ട് ഏബിൾ ടു, അത് താഴെ പ്രശ്നമെങ്കിൽ ചിലപ്പോൾ ശ്രുതി നമുക്ക് കൂട്ടി പാടിയാൽ ഈസിയാണ്, എസ്പെഷ്യലി ഫോർ അതിഥീസ് വോയിസ് കണ്ടീഷൻ. മനസ്സിലായല്ലേ അതിഥി? ആ, ഹയർ നോട്ട്സ് പോകുമ്പോൾ ബിക്കോസ് താഴെയുള്ള നോട്ട്സിൽ ശബ്ദം ഫുള്ളായിട്ട് വരുന്നില്ല.
അപ്പോൾ കുറച്ചുകൂടി കൂട്ടിയാൽ അവിടെ ശബ്ദം നന്നായിട്ട് വരുന്നുണ്ട്. സോ മിഡ് ഓക്ടേവ് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പാടാൻ പറ്റും. നെക്സ്റ്റ് റൗണ്ട് ഇപ്പോൾ നമുക്ക് എ വാവ് കിട്ടുന്ന ഒരു കുട്ടിയാണിത്. സോ ഇത് പോട്ടെ, ഓക്കെ. ചില സ്ഥലങ്ങൾ വളരെ ഭംഗിയായിരുന്നു, നമ്മുടെ പഴയ അതിഥി നമ്മൾ കണ്ടു, പക്ഷെ തിരിച്ചു വരും അത്. ഓക്കെ, ഡോണ്ട് വറി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പം ഗ്രേഡ് തരുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ കേട്ടേ പറ്റൂ. ഇപ്പൊ പറഞ്ഞ ആ പവറിൽ പാടുന്നത് പല്ലവി കേട്ടേ പറ്റൂ. അതിന് ഞാൻ കൂട്ടായിട്ടുണ്ട്, തകിലുമായി ഞാൻ കൂട്ടായിട്ടുണ്ട്. ഞാൻ വരപ്പുറേ. ഡാൻസോ? ഡാൻസ് അല്ല, തകില്. ആണോ? ആ തകിലില് ഒരു മേളം. തകില് കൊണ്ട് ഡാൻസ് ചെയ്യാലോ? അങ്ങനെയാണ് അവര് ഡാൻസ് ചെയ്തോണ്ടാണ് ഡാൻസ് വന്ന് മീനുട്ടി ആടപ്പുറേ. മീനുട്ടിയും அந்த അമ്മക്കുടമൊക്കെ വെച്ച് ആടപ്പുറേ. അല്ല, നമ്മുടെ മാടപ്രാവനെ കൂടെ ആ വിളിക്കാം. അത് മതി. എനിക്ക് പകരം മാടപ്രാവ് ഡാൻസ് കളിക്കുന്നത്. വാ, ഓടി വാ. ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 27 വർഷം മുമ്പേ വളയപ്പട്ടി സാറിൻ്റെ അടുത്ത് തമിഴ് പഠിച്ചതാ. ആണോ? പിന്നെ മറന്നുപോയി. എപ്പോ? 27 വർഷം മുമ്പേ. 27 വർഷം മുമ്പേ. ഓ, സിംഹത്തിന്റെ മടയിൽ നിന്നായിരുന്നു പഠനം. സൂപ്പർ. അതാണ്. അപ്പോൾ ടോപ്പ് സിംഗറിന് എനിക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇത്രയും വർഷത്തിന് ശേഷം എൻ്റെ തകിലിന്റെ എൻ്റെ കഴിവുകൾ പ്രകടമാക്കാനായിട്ടുള്ള ഒരു വേദി തന്നതിന്. അപ്പം നമുക്ക് ഗ്രേഡ് വേണ്ടേ നമ്മുടെ അതിഥി കുട്ടിക്ക്? സെൽഫ് അസസ്മെന്റ് സെഷൻ ഏതായിരിക്കും ഗ്രേഡ്? അൾട്ടിമേറ്റ് ഉണ്ടാവും. 10 മുതൽ 1 വരെ. ചന്ദ്രയാൻ പോലെ 10, 9, 8, 7, 6. എന്തോ അൾട്ടിമേറ്റ് തരത്തില്ല. 10, 9, 8, 7, 6, 5. എന്തായിരുന്നു? ടോപ്പ് കൊടുക്കട്ടെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അതിഥി ഈസ് ഗോയിങ് ടു ബി awarded a top grade. അടിപ്പൂക്കുറ്റി. Congratulations, Aditi is awarded a top. താങ്ക് യു. താങ്ക് യു എം ജി അങ്കിളെ. മാടപ്രാവേ താങ്ക് യു. അതിഥി താങ്ക് യു. നീ വേണമെങ്കിൽ വെച്ചിട്ട് പോ. ദൂരെ ദൂരെ മിഴി തോരാതെ താരങ്ങൾ പാടുന്നേതോ ഒരു നോവും നിലാവിന്നീണം.